ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ബസൂക്കയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോ മമ്മൂക്ക കുറച്ച് അസുഖബാധിതനായി എന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്തായാലും അദ്ദേഹം വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകളുടെ അപ്ഡേഷനുകൾക്കായി നമ്മൾ കാത്തിരിക്കുന്നു. എനിവേ ബസൂക്ക റീസെൻ്റായിട്ട് വന്ന അതിൻ്റെ ടീസർ തന്നെ ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. എസ്പെഷ്യലി ഇതൊരു ഗെയിമിംഗ് മോഡ് ടൈപ്പ് ഒരു സാധനമാണെന്നൊക്കെ ഉള്ളൊരു അഭ്യൂഹങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ടായിരുന്നു. എനിവേ നാളെ എമ്പുരാനിന് പോകാനിരിക്കുന്നവർക്കും കൂടി ഇതൊരു ഇക്കയുടെ വക ഒരു ട്രീറ്റായിട്ട് ഇതും കിട്ടുന്നു. നാളെ തുടരമിൻ്റെ ട്രെയിലർ, ഉജ്ജ്വലൻ്റെ ട്രെയിലർ, അതുപോലെ തന്നെ ബസൂക്കയുടെ ട്രെയിലർ, ഇത് മൂന്നും തിയേറ്ററിൽ ഓളം ഉണ്ടാക്കും. ഒപ്പം എമ്പുരാൻ്റെ ഓളവും. സോ നമുക്ക് ബസൂക്കയുടെ ട്രെയിലർ ഒന്ന് കാണാം, അതൊന്ന് റിയാക്ട് ചെയ്യാം. എനിവേ വെൽക്കം ബാക്ക് ടു ഇൻ ഷോർട്ട് മല്ലു. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. മമ്മൂക്കയുടെ വോയിസ് ആണല്ലോ. ഫൈറ്റിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ മോനെ എന്ത് ലുക്കാണ് ഇങ്ങനെ, ഒരു രക്ഷയില്ല. ഈ ഏജിന് എന്ത് ലുക്കാണ് ഇങ്ങനെ. ഓ ഓ കിടിലൻ ടൈറ്റിലത്. ദിവ്യപിള്ള കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടിയെ പോയി നൈസ് ഡയലോഗ്. ഓ ഭീഷ്മയില കഴിഞ്ഞിട്ട് ഇതാണ് പിന്നെ അടുത്തൊരു ഗ്ലാസ് വെക്കുന്ന സീൻ. പോളേ ഓ സിദ്ധാർത്ഥല്ലേ നീ? സിദ്ധാർത്ഥ് ഭരതൻ. ഡിനോ ഡെനീസ് ഗെയിം. ഫുള്ള് ഗെയിം ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ബസൂക്കയുടെ ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. എനിവേ എനിക്ക് തോന്നുന്നു ഇതിൽ മുൻപ് കിട്ടിയൊരു ഹൈപ്പ് ഇത്തവണ എനിക്കതിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മമ്മൂക്കയുടെ ലുക്സ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ വിഷ്വൽസ്, ഫ്രെയിംസ് ഒക്കെ ഇതിനകത്തുണ്ട്. ബട്ട് സംതിങ് എവിടെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അല്ലാതെ നെഗറ്റീവ് അല്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ടോട്ടൽ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഗെയിം പ്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം പോലെ ഇവർക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഏറ്റെടുക്കുന്ന എന്തൊക്കെയൊക്കെയോ ചില കാര്യങ്ങൾ ഇവർ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. സോ ഗൗതം വാസുദേവ് മേനോൻ്റെ ഒരു ക്യാരക്ടറും മമ്മൂക്കയാണ് ടോട്ടലി ട്രെയിലറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദിവ്യപിള്ള, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരൊക്കെ വളരെ കുറച്ച് ഏരിയാസിൽ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് എന്നുള്ളത് ഒരു ഐഡിയയും തരാതെ ഇട്ടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ഗ്യാങ് വാറോ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ വരാനുള്ളത് പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ കുറേ ഗൺസ്, പിന്നെ അതുപോലെ തന്നെ കുറേ വെപ്പൺസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആക്ച്വലി കാണിക്കുന്നുണ്ട്. അതെന്തായിരിക്കും എന്നുള്ളത് ഇനി മൂവി വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസൂക്കയുടെ മൂവി നമുക്ക് എന്തായാലും കാണാൻ പറ്റും. സോ ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയുടെ ഒരു സ്റ്റൈലിഷ് മേക്കിങ് എന്തായാലും അതിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫ്രെയിംസും അതിൻ്റെ കട്ടിങ്സും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് അത് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. BGM ഓൾസോ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ബട്ട് ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഐഡിയാസ് എന്തായാലും വർക്കാവും തോന്നുന്നു. ഇത് ഞാൻ ഫസ്റ്റ് നമ്മൾ ട്രെയിലർ വന്ന ഉടൻ തന്നെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു പ്രീമിയർ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്കായിരുന്നു അത് നടന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബട്ട്
സംതിങ് ഈസ് ദയർ എന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടീസർ വന്ന സമയത്ത് കിട്ടിയൊരു ഒരു ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് എത്തിയില്ല. ആ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്. ബട്ട് അതിനപ്പുറത്തേക്ക് മമ്മൂക്കയുടെ ലുക്കാണെങ്കിലും വയസ്സായി കഴിഞ്ഞാൽ ഈ മനുഷ്യർ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല കേട്ടോ, എന്തു ലുക്കാണ്, അടിപൊളി, ഭയങ്കര ആ കോസ്റ്റ്യൂംസിലൊക്കെ പുള്ളി ഭയങ്കര ഗ്ലാമറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര മനോഹരമായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു സ്റ്റൈലിഷ് ആൻഡ് ഫീൽ എവറിത്തിങ് എല്ലാം നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യാം, കാത്തിരിക്കാം ബസൂക്കയ്ക്ക് വേണ്ടി. എനിവേ നാളെ എൻപുരാനിന് പോകുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. എൻപുരാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായി മാറട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ റിവ്യൂ ഇടുന്നുണ്ടായിരിക്കും, തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ കുറേ വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പറ്റിയാൽ നിങ്ങളൊരു കമൻറ്റ് കൂടി ഇടുക, നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് ആവുന്നവർക്ക്, നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കൾക്ക്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.